നടി ഹണി റോസിന്റെ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തു പോലീസ്. വയനാട്ടിലെ റിസോർട്ടിൽ നിന്നുമാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് റിപ്പോർട്ട്. കൊച്ചി പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വയനാട് പോലീസ് റിസോർട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വയനാട്ടിലെത്തിയ കൊച്ചി പോലീസ് ബോബി ചെമ്മണ്ണൂരുമായി കൊച്ചിയിലേക്ക് തിരിച്ചു. ഉച്ചയോടെ പ്രതിയെ കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കും. നടി നിയമപരമായി നീങ്ങിയതോടെ പ്രതി ഒളിവിൽ പോകാനോ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനോ ഉള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പോലീസ് ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് കടന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇദ്ദേഹം രാജ്യം വിടാതിരിക്കാനുള്ള നീക്കങ്ങളും പോലീസ് നടത്തിയിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ കാര്യം ഹണി റോസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവും. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നായിരുന്നു ഹണി റോസ് കുറിച്ചത്. ഹണി റോസ് പരാതി നൽകിയതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ വയനാട് മേപ്പാടിയിലെ സ്വന്തം റിസോർട്ടിലേക്ക് മാറിയതായുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. കൊച്ചിയിൽ എത്തിക്കുന്ന ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. ഹണി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വിളിച്ച് പിന്തുണ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ നേരിട്ടെത്തിയായിരുന്നു ഹണി റോസ് പരാതി നൽകിയത്. നടിയുടെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയ ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുമെന്നായിരുന്നു സൂചന. എന്നാൽ കേസിൽ യാതൊരു വിധത്തിലുള്ള ഇളവുകളും നൽകേണ്ടതില്ലെന്ന നിലപാടിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. അതേസമയം ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ലെന്നും ഹണി റോസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എന്റെ ജോലിയുടെ ഭാഗമാണെന്നും അവർ കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടി. എന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല, പരാതിയില്ല. പക്ഷെ അത്തരം പരാമർശങ്ങൾ ആംഗ്യങ്ങൾക്കൊരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ എന്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളോട് നേരെ വരും. ഒരിക്കൽ കൂടി പറയുന്നു, സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതൻ മാന്യന്മാരെ, നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു.